ഹായ് ഹലോ ഹാപ്പി ന്യൂ ഇയർ. ദിസ് ഇസ് ഡിസംബർ 31st നൈറ്റ് ആണ്. നൈറ്റ് മാർക്കോ മൂവി കാണാൻ വന്നതാണ്. എല്ലാവരും നല്ലതാന്ന് പറഞ്ഞു. പിന്നെ ഉണ്ണി മുകുന്ദൻ എനിക്കിഷ്ടമാണ്. മൂവി അധികം ഈ സൈഡിലോട്ട് ആളില്ലായിരുന്നു കേട്ടോ. രാത്രി ലാസ്റ്റ് ഷോ ന്യൂ ഇയർ, എസ്പെഷ്യലി ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എല്ലാവരും പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ആരും തന്നെ അധികം റഷില്ലായിരുന്നു. എനിക്കങ്ങനെ രാത്രി മൂവി കാണാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് KFC കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഞാൻ പക്ഷേ അങ്ങനെ കഴിച്ചില്ല. എനിക്ക് അത്ര രാത്രിയായിട്ട് എനിക്ക് എന്തെങ്കിലും കോഫി അതുപോലൊക്കെ കുടിക്കാനായിരുന്നു ഇഷ്ടം. ഞാൻ എപ്പോഴും നെക്ക് പില്ലോ എടുത്തുകൊണ്ട് പോകും മൂവി കാണുമ്പോൾ. ബിക്കോസ് കുറെ നേരം ഇങ്ങനെ സിസ്റ്റം നോക്കിയിരിക്കുന്നത് കൊണ്ടും ഒക്കെ എനിക്ക് നെക്ക് പെയിൻ നല്ലതായിട്ടുണ്ട്. ദിസ് ഈസ് കാലിഫോർണിയ ബറിറ്റോ. നല്ല വേഫേഴ്സ് കിട്ടും അവിടെ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ കുറെ ഇങ്ങനെ ഈ ഫുഡ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മന്തി പോലെ, എന്തോ അറേബ്യൻ റൈസ് പോലൊക്കെ. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഹൈജീൻ ആയിട്ട് തോന്നിയില്ല ആരങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഈ ഡിസ്പ്ലേ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ഫുഡൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമോ അതോ വേസ്റ്റ് ആക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. ഫുഡ് നമ്മൾ മാക്സിമം വേസ്റ്റ് ആക്കാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അവിടുന്ന് നമ്മൾ കാർ പാർക്കിങ്ങിൽ വന്നു. ഇവിടെ നിന്ന് എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഉടനെ തന്നെ ട്രാവൽ ചെയ്യണമെന്ന് തോന്നും. അത്രയ്ക്കും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എയർപോർട്ടിനകത്ത്. അവിടുന്ന് ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേഷന്റെ അത് എങ്ങനെയൊക്കെയുണ്ട് വൈബ് എന്നറിയാനായിട്ട് ചുമ്മാ സ്ട്രീറ്റിൽ കൂടെ വന്നപ്പോഴാണ് ഈ ഇലൂമിനേഷൻ ബൾബ് ഒട്ടിച്ച നിറയെ കാറുകൾ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടു. ഈ കാറിൽ അത്ര തിരക്കം അല്ല, മൊത്തം എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആർട്ടി കോഫി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എല്ലാം ചേർന്ന് അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കാറിന്റെ പുറത്ത് വെച്ച് ടീ, കോഫി, അങ്ങനെ മിക്സഡ് ഓരോരുത്തർക്ക് വേണ്ടത് എല്ലാം വാങ്ങിച്ചു. അതൊരു ഭയങ്കര വൈബാണ്. കാറിന്റെ ഡിക്കിയുടെ പുറത്ത് വെച്ചിട്ട് വെളിയിലൊക്കെ നോക്കി നിന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. പിന്നെ വീട്ടിൽ വന്ന് നമ്മളൊരു കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ന്യൂ ഇയർ അല്ലേ. സോ ഐ എം വിഷിംഗ് യു ഓൾ പ്രോസ്പെരിറ്റി ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ത്രൂ ഔട്ട് the year 2025 throughout your life. നെക്സ്റ്റ് ഡേ ആണിത്. നെക്സ്റ്റ് ഡേ എപ്പോഴും ഞാൻ മന്ത്ലി വൺസ് കാശിമേട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ബീച്ചിൽ നിന്ന്, മരണ ബീച്ചിന്റെ തൊട്ടടുത്താണ്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടും. അവര് തന്നെ ബോട്ടിംഗ് പോയിട്ട് അപ്പപ്പോൾ ബോട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും കടലിൽ നിന്ന് മീനുമായിട്ട്. സോ നമുക്ക് ഫ്രഷ് ആയിട്ട് ബൾക്കി ആയിട്ട് ഫിഷ് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എൻ്റെ കൂടെ ഉള്ള ആളുകളായിട്ട്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്തിടാം. ഭയങ്കര രസമാണ് അവരുടെ ലൈഫ്. ദേ ആർ ബ്ലെസ്ഡ് എന്ന് വേണം പറയാൻ. സംടൈംസ് ഐ വിൽ ഫീൽ ജെലസ് ഓൺ ദം. ബിക്കോസ് ഒന്നും അറിയില്ല, ഒളിവില്ല, ഒന്നും വലിയ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. പക്ഷെ ദേ ആർ വെരി ഹാപ്പി. വഴക്ക് പിടിക്കുന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അത് വഴക്കല്ല, സ്നേഹം കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ്. ഓക്കെ, നമുക്ക് നല്ല മീൻ എടുത്ത് തരാനും അത് ക്ലീൻ ചെയ്ത് തരാനും ഒക്കെ അവർ കാണിക്കുന്ന ഒരു എഫേർട്ട്, ഐ എം താങ്ക്ഫുൾ ടു ദം ആക്ച്വലി. നല്ല കുറെ ചേച്ചിമാരുണ്ട് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുമായിട്ട് സംസാരിക്കുന്നത്. എത്ര സീനിക് ആയിട്ടുള്ള ഒരു വ്യൂ ആണല്ലേ. ആ പോയത് അടുത്ത ഫിഷിംഗ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ഫിഷിംഗ് ബോട്ടും പോയി വന്നുകൊണ്ടേയിരിക്കും. കുറെ സമയം അവർ കടലിൽ മീൻ പിടിക്കും കേട്ടോ. വളരെ നേരത്തെ പോയ ബോട്ടുകളായിരിക്കും നമുക്കിപ്പോൾ വരുന്നത്. പിന്നെ ഇപ്പോൾ സൈക്ലോണൊക്കെ കഴിഞ്ഞ കാരണം അധികം മീൻ വരുന്നില്ല കേട്ടോ. മീനൊക്കെ കുറവാണ്. അവിടുന്ന് ഞങ്ങൾ ടിനഗർ വന്നു. ടിനഗർ വന്നിട്ട് എന്റെ പഴയ ഓർമ്മകൾ ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ഞാൻ വെറുതെ ആ സ്ട്രീറ്റിൽ കൂടെ കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ചു ദൂരം നടന്നു. കാരണം ശ്രീനഗർ പണ്ട് ഇതുപോലെ ആയിരുന്നില്ല.
റോഡ് സൈഡിലൊക്കെ നിറയെ ഷോപ്സ് ഉണ്ട്. ഇതൊക്കെ ഇതിനായിട്ട് കുറെ 10 വർഷത്തോളായിട്ടു. പക്ഷെ എന്നാലും നമ്മൾ ചെന്നൈയിൽ വന്ന പുതിയതായിട്ടിരുന്ന സമയത്തുള്ള ഓർമ്മകൾ ഐ ജസ്റ്റ് വാണ്ട് ടു റിവൈൻഡ് ഓൾ. ബിക്കോസ് ഞാനൊരു പോൾക്കാർഡ് കൊണ്ടുള്ള ബ്ലാക്ക് കളർ സ്കർട്ടൊക്കെ അവിടെ നിന്ന് വാങ്ങിയിരുന്നു. അതൊക്കെ ജസ്റ്റ് റീകളക്ട് ചെയ്ത് ഒന്ന് നടന്ന് കണ്ടിട്ട് ആ ലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണാനായിട്ട് വെറുതെ നടന്നാണ്. പിന്നെ കുറെ ദൂരം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഓൾവേസ് ഞാൻ കുറച്ചു നേരം ഇറങ്ങി നടക്കാറുണ്ട്. പിന്നെ ഞാൻ അവിടെ അടുത്തുള്ള സ്ട്രീറ്റ് വെണ്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് എനിക്ക് ഇഷ്ടമാണ് അവരോടൊക്കെ സംസാരിക്കാൻ, അവരുടെയൊക്കെ ലൈഫ് എന്താണെന്ന് അറിയാൻ, ഡെയിലി ലൈഫ് അവരെങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കൊന്നുമില്ല, കണ്ട് മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു എന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഞാൻ ആദ്യം പാർക്ക് ചെയ്തെടുത്തുനിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇടണം എന്ന് പറഞ്ഞു. സോ ഞങ്ങള് 4 പേരുണ്ടായിരുന്നു, 4 കാറുണ്ടായിരുന്നു. ഓക്കെ, സോ അവിടെ നിന്ന് മാറ്റി നമ്മൾ വേറൊരു സൈഡിൽ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ആദ്യം പാർക്കിംഗ് 40 റുപ്പീസ് പറഞ്ഞു നമ്മളൊരു ബില്ലിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വണ്ടി എടുക്കാൻ നേരം അയാൾ വന്നിട്ട് പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ 60 രൂപ. ഇതിലേതാണ് സത്യം എന്ന് നമുക്കറിയില്ല. In 500 meters, turn right onto Thanikachalam Road. അതായത് നമ്മൾ മെയിൻ സ്ഥലത്തുനിന്ന് കുറച്ച് മാറ്റി പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പോകണം. കാരണം ഭയങ്കര വലിയ റഷൊന്നും ഇല്ല. ബട്ട് ഐ തോട്ട് ഓക്കെ, നല്ലൊരു പാർക്കിംഗ് കിട്ടും എന്ന് വിചാരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. ലൈറ്റ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഇങ്ങനെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളേഴ്സ്, ലൈറ്റ്സിന്റെ കളേഴ്സ് കാണാൻ. എനിക്ക് കോളർ മൈക്ക് ഇല്ല ഗൈസ്, അതൊന്ന് വാങ്ങിക്കണം. അപ്പൊ ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഞാനത് അത്ര മ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കിയില്ല. വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. നല്ല നല്ല ഒരു ആംബിയൻസ് ഉള്ള, നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി പേര് ഇരുന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്, ടീച്ചർമാർ ഇരുന്ന് കൂടിക്കുന്നുണ്ട്. കാറിൽ വെക്കേ ഭയങ്കര സ്മെല്ലുള്ള ഒരു ഡിവൈൻ ഫ്ലവേഴ്സ് ആണ്. പാരിജാതം, വൈറ്റ്. ഈ ബാഗിന്റെ കളക്ഷൻസ് നന്നായി. പുള്ളി എന്തോ 350 ആ ഒരു റേറ്റിനാണ് കൊടുത്തോണ്ടിരുന്നത്. ഞാൻ കുറച്ച് നാളായി കാരണം ഓർക്കുന്നില്ല. ഈ അമ്പല വളരെ ഭംഗിയല്ല. ഈ ബബിൾസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് സോപ്പിന്റെ ബബിൾസ് അല്ല, പ്ലാസ്റ്റിക്കിന്റെ ഇവിടുന്ന് കുറച്ച് പല ചക്കപ്പഴം കഴിച്ചു നോക്കിയപ്പോ നല്ലായിരുന്നു. വീട്ടിൽ വന്ന് കഴിച്ചപ്പോ അത്ര കൊള്ളത്തില്ലായിരുന്നു. ഹാഫ് kg 150 റുപ്പീസ്. നാട്ടിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ ഇതുപോലത്തെ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഈ സാധനം എപ്പോഴും കോസ്റ്റ്ലിയാണ്. ഇതിന്റെ കുരു ഇവിടെയുള്ള ആൾക്കാർ പ്രഷർ കുക്കറിലിട്ട് ബോയിൽ ചെയ്ത്, ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെറുതെ കഴിക്കും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഇലന്തപ്പഴമാ. ഓക്കെ, നീங்க போட்டா டேஸ்டா இருக்கும். ആ 2 ഫ്രൂട്ട്സ് വാങ്ങിച്ച്, 2 പേരയ്ക്ക, ഒരു കിലോ ഇലന്തപ്പഴം. പുള്ളിക്കാരൻ ഇട്ട് തന്ന ഉപ്പും മുളകും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ അറിയില്ല. സോ ഞാൻ ഉപ്പ് മാത്രം വെച്ച് കഴിച്ചപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് കമന്റ് ചെയ്ത് പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.